സാമ്പാർ പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഇന്ന് എളുപ്പം നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് സദ്യക്കൊക്കെ വിളമ്പുന്ന സാമ്പാർ തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതിനായി 1 കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് പകരുക. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് പരിപ്പിൻ്റെ മുകളിൽ ഒരു 1 ഇഞ്ചിൻ്റെ മുകളിൽ വെള്ളം വേണം. ഒരു 4 വിസിൽ വേവിച്ചെടുക്കുക. ഒരു 3/4 വേവിൻ്റെ കൂടുതൽ വേവുന്ന രീതിയിൽ വേണം വേവിക്കാനായിട്ട്. എന്നിട്ട് തുറന്ന് തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയ്ക്കുക. അതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി 2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് പരിപ്പിലേക്ക് തന്നെ ഒഴിക്കുക. അവരവർക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. ഇവിടെ സവാളയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും ഒരു കത്തിരിക്കയും ഒരു മുരിങ്ങയ്ക്കയാണ് ചേർത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക ചേർക്കണമെങ്കിൽ അതും കൂടെ ചേർക്കാം. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ സാമ്പാർ പൊടി. ഇത് വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടിയാണ്. എങ്ങനെയാണ് സാമ്പാർ പൊടി തയ്യാറാക്കുന്നതെന്നുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് കുക്കർ അടച്ച് 2 വിസിൽ വേവിക്കുക. 2 വിസിൽ വന്നാൽ മതി. അത് കഴിഞ്ഞ് പ്രഷർ താഴ്ത്താനായിട്ട് ഇതുപോലെ വെയിറ്റ് ഒന്ന് പൊക്കിയിട്ട് പ്രഷർ പുറത്തേക്ക് വിടുക. എന്നിട്ട് ഉടനെ തന്നെ തുറക്കുകയും വേണം, ഇല്ലെങ്കിൽ പച്ചക്കറി കുഴഞ്ഞു പോവും. തുറന്ന് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് സ്വാദിന് ആവശ്യമുള്ള ഉപ്പും 1 ടീസ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് ശകലം മല്ലിയില അരിഞ്ഞതും കൂടെ തൂവി 2-3 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് താളിപ്പ് ചേർക്കണം. അപ്പം ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കുറുകി കിട്ടും. പരിപ്പിൻ്റെ കൊഴുപ്പും കൂടെ ഒന്നും കൂടെ ഇത് കുറുകി കിട്ടുന്നതാണ് സാമ്പാർ. ഇതിലേക്ക് ഒരു താളിപ്പും കൂടെ ചേർക്കാം. വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും ചുമന്ന മുളകും കരിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. താളിപ്പ് ചേർത്ത് ഉടനെ തന്നെ ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കിയിട്ട് വിളമ്പാവുന്നതാണ്. നന്നായിട്ട് കുറുകി കിട്ടിയ കുക്കറിൽ തയ്യാറാക്കി എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.